ഉപ്പേരി ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു വെള്ളക്കാന്താരി, പച്ചക്കാന്താരി വേണ്ടത് അതില്ല. അപ്പോൾ ഈ വെള്ളക്കാന്താരി ഒന്ന് ഉടച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെള്ളക്കാന്താരി കിട്ടിയിട്ടില്ല, സാധാരണ പച്ചമുളക് എടുത്താലും മതി. ഇതിന് സ്വാദ് കൂടുതലായിരിക്കും. നാട്ടിലായതുകൊണ്ട് കിട്ടി. അമ്മയെ പേടിയാവുന്നു. അങ്ങനെ നമ്മൾ ചേനേൻ്റെ അടുത്തെത്താനായി. എന്നെക്കാട്ടി ഹൈറ്റിൻ്റെ ചേനതാ. അപ്പം മുറിച്ചെടുക്കാമല്ലേ. ഇലക്കറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം നല്ലോണം ഒരുപാട് സൂക്ഷിച്ച് നോക്കണം. രണ്ട് സൈഡും വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ ഇതെല്ലാം ഞാൻ നോക്കി വെച്ചതാണ്. ഇനി അരിയാം. അരിഞ്ഞു തുടങ്ങാം. വളരെ എളുപ്പമാണ്. ചെറിയ മൂത്തതല്ലാത്തതുകൊണ്ട് വേഗം അരിയാൻ കിട്ടുന്നുണ്ട്. എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. ഇപ്പം വെള്ളമൊന്നും ചേർക്കുന്നില്ല. അത് നന്നായി ഇളക്കി ചേർത്ത് അടച്ചു വെക്കും. അതിൽ തന്നെ കുറേ വെള്ളം ഊറി വരും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അധികം വെള്ളം വേണ്ടി വരില്ല ഇലക്കറിക്ക്. ഇപ്പോൾ അടച്ചു വെക്കാം. കുറച്ച് വെള്ളം കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി വന്ന് റെഡിയായി. തേങ്ങ ചേർത്ത് ഇന്ന് മിക്സാക്കി വെക്കാം. ഇനി ഊണ് കഴിക്കാനാവുന്ന സമയത്ത് മാത്രമേ ഇതിന് വറുത്തിടുകയുള്ളൂ. ചേന തോരന് വറുത്തിടാൻ പോയിരുന്നു. ഉപ്പേരിക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഉണക്കാവുന്ന സമയത്താണ് ഞാൻ ചൂടാക്കിയിട്ട് വറുത്തിടുക. ചെറുതായിട്ടൊന്ന് ചൂടായി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വറുത്തിടാൻ പോകുന്നു. വറ്റൽമുളക്, അരി, മക്കലരി, പൊന്നിയരി, ഉപ്പേരി ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു വെള്ളക്കാന്താരി, പച്ചക്കാന്താരി വേണ്ടത് അതില്ല. അപ്പോൾ ഈ വെള്ളക്കാന്താരി ഒന്ന് ഉടച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെള്ളക്കാന്താരി കിട്ടിയിട്ടില്ല, സാധാരണ പച്ചമുളക് എടുത്താലും മതി. ഇതിന് സ്വാദ് കൂടുതലായിരിക്കും. നാട്ടിലായതുകൊണ്ട് കിട്ടി.